ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജോജീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു നാടൻ കോഴി ചാറ് അല്ലെങ്കിൽ കുളമ്പ് എന്ന് നമുക്ക് പറയാം. ഇത് ആഫ്റ്റർ ഡെലിവറി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷും കൂടിയാണ്. ഇത് ആഫ്റ്റർ ഡെലിവറി ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചാറ് കറിയാണ്. ഇത് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. വരൂ വീഡിയോയിലേക്ക് പോകാം. ഹെൽത്തി നാട്ടുകോഴി ചിക്കൻ കുഴമ്പ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്കും വയ്യാണ്ടിരിക്കുന്ന ആൾക്കാർക്കും പനി, ജലദോഷം, ചുമ ഇതൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഒരു മെഡിസിൻ കൂടിയാണ്. ഇവിടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീവ്സ് എല്ലാം കൂടി ഇടുക. പട്ട, ഗ്രാമ്പ്, ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചെറുള്ളി ഒരു കപ്പ് ചെറുള്ളിയും 2 സവാളവും ഇങ്ങനെ നറുക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗണിൻ്റെ മുമ്പിലുള്ള കളർ മാറ്റത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഗോൾഡൻ യെല്ലോ ആവണ്ട, അതിന് മുമ്പുള്ള ഭാഗമാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് വഴറ്റാം. എന്നാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെറും വെളുത്തുള്ളിയാണ്. തൊലിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ നമ്മൾ ചേർക്കാം. ഇഞ്ചി ഇതിൽ ചേർക്കാറില്ല. നമ്മുടെ ഓണിയനൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് വറുക്കാനുണ്ട്. നമ്മുടെ ഓണിയൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. നമുക്കിനി പൗഡർ ഐറ്റംസ് ചേർക്കാം. 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരക പൗഡറുമാണ്. ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇട്ട് നല്ലതുപോലെ വഴറ്റണം. ഒന്ന് വഴറ്റിയിട്ട് ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് 2 3 നറുക്കിയത് ഒന്ന് വഴറ്റാം. ഇനി കുറച്ച് കറിവേപ്പില, ഇവിടെ ഒരു 10-15 വെളുത്തുള്ളി 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും ഇടാം, പക്ഷേ തോലോടെ ഇടരുത്. ഇത് തോലെടുത്തതാണ്. ഇതിങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. ഇഞ്ചി ഇതിൽ ചേർക്കാറില്ല, ഇത് മാത്രമാണ് ചേർക്കുന്നത്. ഗാർലിക് പേസ്റ്റും ചേർക്കാറില്ല. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇവിടെ ഒരു നാട്ടുകോഴി ചിക്കൻ ചെറുതായിട്ട് നറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വിരിക്കിടാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് നറുക്കിയത് ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ചാറോട് കൂടിയുള്ള ഒരു നാട്ടുകോഴി കുളമ്പാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, നാൻ, പത്തിരി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം.
ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വഴറ്റാം. നമ്മുടെ പൊടി വർഗ്ഗങ്ങളൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 4 കപ്പ് വേണമെങ്കിലും ഒഴിക്കാം നമുക്ക്. ഇത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 2 വിസിൽ വെച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചെടുക്കാം. നമ്മുടെ നാടൻ കോഴി നല്ലതുപോലെ സ്റ്റീം പോയിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് വെച്ചത്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇവിടെ 1 തേങ്ങയുടെ പാല് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്നതാണിത്. 1-ാം പാലും 2-ാം പാലും കൂടി ചേർന്ന പാലാണ്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ല ചാറോട് കൂടിയുള്ള നാടൻ കോഴി ചിക്കനാണ്. ഇത് നമുക്ക് ചോറ്റിലൊക്കെ ഒഴിച്ച് കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമുക്ക് അധികം തിളപ്പിക്കേണ്ട, 1 തിള മാത്രം വന്നാൽ മതി. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി നാട്ടുകോഴി ചാറ് റെഡിയായി. ഇത് നല്ല ചൂട് ചോറ്റിൽ നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചാണ് കഴിക്കേണ്ടത്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വെറുതെ കഴിക്കാം. ഇത് പുട്ടിൻ്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.